ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള സ്ഥാനാർത്ഥികളെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. 4 സീറ്റുകളിലാണ് സിപിഐ മത്സരിക്കുന്നത്. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ, അതോടൊപ്പം തന്നെ മാവേലിക്കരയിൽ CA അരുൺകുമാർ, തൃശൂരിൽ VS സുനിൽകുമാർ, വയനാട്ടിൽ ആനി രാജ. ഈ രീതിയിൽ 4 സ്ഥാനാർത്ഥികളുടെയും തീരുമാനം ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു മാറ്റത്തിന്റെ തെരഞ്ഞെടുപ്പ് തന്നെയാകും എന്ന് തന്നെയാണ് ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും LDFന് അനുകൂലമായ ഒരു കാറ്റ് വീശുന്നുണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. 20-ൽ 20 സീറ്റിലും വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് LDFന്റെ ലക്ഷ്യം എന്ന കാര്യം തന്നെയാണ് പ്രധാനമായും അദ്ദേഹം വ്യക്തമാക്കിയതും. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു സാഹചര്യം അതിൽ എല്ലാ തരത്തിലും LDFന് അനുകൂലമായ ഒരു സാഹചര്യമാണ്. CPIയുടെ 4 സ്ഥാനാർത്ഥികൾ അത് മികവുറ്റ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. വിജയസാധ്യത തന്നെയാണ് ഇതിൽ CPI മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ഒരു സ്ഥാനാർത്ഥി പട്ടിക ഓരോ ജില്ലയിൽ നിന്നും നൽകിയിട്ടുള്ള പട്ടിക പരിശോധിച്ച് ഇന്ന് രാവിലെ ചേർന്ന CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവാണ് ഈ 4 സ്ഥാനാർത്ഥികളുടെയും പേരിന് അന്തിമ അംഗീകാരം നൽകിയത്. അതിനുശേഷം സംസ്ഥാന കൗൺസിൽ ചേർന്നു. ഈ കൗൺസിലും ഈ 4 സ്ഥാനാർത്ഥികളുടെയും പേര് അംഗീകരിക്കുകയായിരുന്നു. ഐകകണ്ഠേനയാണ് ഈ സ്ഥാനാർത്ഥികളുടെ പേര് അംഗീകരിച്ചത് എന്നുള്ള കാര്യം കൂടിയാണ് ബിനോയ് വിശ്വം വ്യക്തമാക്കിയത്. ഏതായാലും CPIയുടെ 4 സ്ഥാനാർത്ഥികളെയും ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു.